ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിനായി തൊഴിലുറപ്പ് തൊഴിലാളികളെ പാചകക്കാരാക്കി ആലപ്പുഴ പുന്നപ്ര തെക്ക് പഞ്ചായത്ത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ നടത്തിയ പൊതിച്ചോറ് വിതരണത്തിന് പാചകം ചെയ്തത് 4-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണെന്നാണ് പരാതി. വാർഡ് മെമ്പർ AK അജയ് ഘോഷാണ് ഇത് സംബന്ധിച്ച് അമ്പലപ്പുഴ BDOയ്ക്കും ഓംബുഡ്സ്മാനും പരാതി നൽകിയത്. കഴിഞ്ഞ 19-ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോറ് വിതരണം നടത്താൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് പാചകം ചെയ്യിപ്പിച്ചുവെന്നാണ് വാർഡ് മെമ്പറുടെ പരാതി. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ 4-ാം വാർഡിലെ 10 തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇതിനായി ഉപയോഗിച്ചുവെന്നും മെമ്പർ AK അജയ് ഘോഷിന്റെ പരാതിയിലുണ്ട്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ എന്ന പേരിലാണ് തൊഴിലുറപ്പ് മേറ്റുമാർ തൊഴിലാളികളെ കൊണ്ട് പാചകം ചെയ്യിപ്പിച്ചത്. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തിന് ഭക്ഷണം പാചകം ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഈ വാർഡിൽ വന്നപ്പോൾ കണ്ടത്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്നത്. നിലവിൽ അവർക്ക് തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ എന്ന് പറയുന്ന പ്രവൃത്തിയാണ് അവർക്ക് മസ്റ്ററോഡിച്ച് ലഭിച്ചിരുന്നത്. ഇത് നിയമപരമായിട്ട് MGNREGSന്റെ തൊഴിൽ നിയമത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് നടന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കെത്തിയ സ്ഥലത്തിനടുത്ത് പാചകം ചെയ്യുന്നതറിഞ്ഞെത്തിയ വാർഡ് മെമ്പറെ കണ്ട് തൊഴിലാളികൾ സ്ഥലം വിട്ടു. തുടർന്ന് CITUക്കാരെത്തിയാണ് പാചകം പൂർത്തിയാക്കിയത്. വാർഡ് മെമ്പറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറും MGNREGS ഓവർസിയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും സ്ഥലത്തെത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി തൊഴിലാളികളെ ഉപയോഗിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് മെമ്പറുടെ പരാതിയിലെ ആവശ്യം. ജനം, ആലപ്പുഴ.